ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇതൊരു 6 മണിക്കൊക്കെ എണീറ്റിട്ട് ഞാനിത് കിച്ചണിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഒരു 6 മണി മുതൽ ഒരു 8:30 വരെയുള്ള കാര്യങ്ങളൊക്കെ കിച്ചണിലെ എന്നുള്ളതല്ല, വീട്ടിൽ മൊത്തമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തേത്. എൻ്റെ ഒരു മോർണിംഗ് റൊട്ടീൻ എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ, കാരണം നമ്മുടെ റൊട്ടീൻസ് ഇങ്ങനെ ദിനംപ്രതി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് ദിവസം മുൻപ് വീട്ടിൽ ശബരിമലയ്ക്ക് പോകാനുള്ള നോലുമ്പൊക്കെ ആയിരുന്നു. അപ്പോൾ ശബരിമലയിൽ പോയി വന്നതോടുകൂടി ആ റൊട്ടീൻസേ മാറി. കാരണം അന്ന് 5 മണിക്ക് എണീക്കും. 5 മണിയല്ല, അതിലും നേരത്തെ ചിലപ്പോൾ എണീക്കാറുണ്ട്. നേരത്തെ എണീറ്റ് അടിച്ചു വാരി തുടയ്ക്കലൊക്കെ കഴിഞ്ഞ് കുളിച്ച് പിന്നെ വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അടുക്കളയിൽ കയറിയിട്ടുണ്ടായിരുന്നത്. കാരണം അങ്ങനെയൊക്കെയാണല്ലോ ആ ഒരു രീതികൾ. അപ്പം ഞാൻ അന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരുന്നു, ഇത് ശബരിമലയിൽ അവർ പോയി വന്നാലും ശരി ഈ റൊട്ടീൻസ് തന്നെ അങ്ങ് ഫോളോ ചെയ്യണം എന്നുള്ളത്. പക്ഷെ അവർ പോയി വന്നതോട് കൂടിയിട്ട് ആ ഒരു ശീലം അങ്ങ് മാറിയിട്ടോ. ഇപ്പം ഞാൻ 6 മണിയൊക്കെ ആവും എണീക്കാൻ വേണ്ടിയിട്ട്. രാവിലെ എണീറ്റ ഉടനെ തന്നെ അടിച്ചു വാരി തുടയ്ക്കുക, കുളിക്കുക, അതൊന്നുമില്ല. ബ്രഷ് ചെയ്യൽ കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഫ്രഷായിട്ട് ഞാനങ്ങ് കിച്ചണിലേക്ക് വരികയാണ് ചെയ്യാറ്. ആദ്യത്തെ പണി ചായക്കുള്ള വെള്ളം വെക്കലാണ്. പിന്നെ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് തീ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ലച്ചുവിനെ പോയിട്ട് വിളിക്കട്ടെ. എക്സാമൊക്കെ ആയി തുടങ്ങിയില്ലേ, ബുധനാഴ്ച 11-ാം തീയതി അവർക്ക് എക്സാമാണ്. അപ്പോൾ അവളെ വിളിച്ചിട്ട് അവളൊന്ന് ബ്രഷ് ചെയ്യാനൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ അവൾ പഠിക്കാൻ വേണ്ടിയിട്ടിരിക്കും. അപ്പോൾ ഇനി ചായയൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ. ചായ റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ ചായയും പിന്നെ ചെറുതായിട്ട് വല്ല സ്നാക്സ് എന്തെങ്കിലും റസ്കോ അങ്ങനെ ഇരിപ്പുള്ളത് എന്തെങ്കിലുമൊക്കെ ലച്ചുവിനങ്ങ് കൊണ്ടുപോയി കൊടുക്കും. അവൾ രാവിലെ ഈ വെറും വയറ്റിൽ തന്നെ ഇങ്ങനെ ഇരുന്ന് പഠിക്കുമ്പോൾ ഒരു ഇതല്ലേ, അപ്പോൾ ഒരു ചൂടുള്ള ചായയൊക്കെ കൊടുത്താൽ അവളങ്ങ് ഉഷാറാവും. അപ്പോൾ അവൾ അവിടെ എണീറ്റിട്ട് അവളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഞാൻ കിച്ചണിൽ എൻ്റെ പണികളൊക്കെ നോക്കുകയാണ് കേട്ടോ. അപ്പം ഇനി ചായയിന്ന് ഉണ്ടാക്കുന്നത് ദോശയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഉഴുന്നരച്ച ദോശയല്ല, നമ്മൾ സാധാരണ പൊടി ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മുടെ ചായ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ചായ എല്ലാവരും അത്യാവശ്യം കഴിക്കും, അതുകൊണ്ട് കുറച്ചധികം ചായ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ ദോശയാണ് ഉണ്ടാക്കുന്നത്, നീർദോശ. പൊടിയിൽ വെറും ഉപ്പിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കറക്റ്റ് മാവിൻ്റെ ഒരു പരുവാക്കിയെടുക്കും. ഇതിൽ തേങ്ങ ഒന്നും അരയ്ക്കുന്നില്ല കേട്ടോ. തേങ്ങ ചേർത്തിട്ട് ഉണ്ടാക്കാം, പക്ഷെ തേങ്ങ ഒന്നും ചേർക്കണില്ല. ഇങ്ങനെയുള്ള ദോശ ഉണ്ടാക്കുന്നത് ഇതെല്ലാവർക്കും ഇവിടെ ഇഷ്ടമുള്ള ദോശയാണ്. മിക്കവാറും ഇവിടെ ഈ ദോശയാണ് ഉണ്ടാക്കാറ്. ഈ ദോശയ്ക്കാണെങ്കിൽ നമുക്ക് എല്ലാ കറികളും ചേരും എന്ന കറിയെന്നൊന്നുമില്ല. പക്ഷെ ഇന്നിവിടെ ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഈ ദോശയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷെ ഇതിലേക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടം മീൻ കറിയും പിന്നെ ഇറച്ചിക്കറി, ചിക്കനോ ബീഫോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്കിഷ്ടമാണ് കേട്ടോ അത്. പിന്നെ സാമ്പാർ ഇവിടെ പൊതുവെ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ ഇന്നിവിടെ ഇതിന് ചമ്മന്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അതിലേക്കുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവിടെ നിന്ന് തുടച്ച് എടുക്കും കേട്ടോ. കാരണം ഈ ഒരു ശീലം എനിക്കിപ്പോൾ കുറച്ചായിട്ട് തുടങ്ങിയൊരു കാര്യമാണ്. ഞാൻ ആദ്യം എല്ലാ പണികളും കഴിഞ്ഞതിന് ശേഷമൊക്കെയാണ് കിച്ചൺ ക്ലീൻ ചെയ്തിടാറ്. പക്ഷേ ഒരിക്കൽ രാവിലെ തന്നെ ഒരാളുകൾ ഞങ്ങളുടെ വീട്ടിൽ കല്യാണം പറയാൻ വേണ്ടിയിട്ട് വന്നു. അപ്പം ഞാനിവിടെ കിച്ചണിൽ ഭയങ്കര തകൃതിയായ പണിയിലാണ്. അപ്പോൾ ഈ ആണുങ്ങൾ ആരെങ്കിലുമൊക്കെയാണ് വരുന്നത് വെച്ചെങ്കിൽ അവർ സിറ്റ് ഔട്ടിലോ ഹാളിലോ ഇരുന്നിട്ട് അങ്ങ് സംസാരിച്ചിട്ട് പോകും. പക്ഷെ അവരുടെ കൂടെ സ്ത്രീകളുണ്ടെന്നുണ്ടെങ്കിൽ അവരെന്തായാലും കിച്ചണിലേക്ക് വരും. അപ്പോൾ അവരുടെ വൈഫ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും സംസാരിച്ചു കഴിഞ്ഞ് നോക്കുമ്പോൾ പുള്ളി പതുക്കെ കിച്ചണിലേക്ക് വന്നു. അപ്പോൾ എൻ്റെ കിച്ചണാണെങ്കിൽ ആകെ അലങ്കോലമായിട്ട് കിടക്കുകയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. ഭയങ്കര എന്തോ മനസ്സിന് അയ്യോ എന്താ പറയുക, അപ്പോഴത്തെ എൻ്റെ ഒരു അവസ്ഥ നിന്നങ്ങ് ഉരുകി പോവാന്നൊക്കെ പറയില്ലേ, അങ്ങനെയായിരുന്നു കേട്ടോ. കാരണം ഒട്ടുമിക്ക അടുക്കളയിലൊക്കെ രാവിലത്തെ സ്ഥിതിയൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. എന്നിരുന്നാലും ശരി, എനിക്ക് പെട്ടെന്ന് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി അത് കണ്ടു നോക്കുമ്പോൾ. അങ്ങനെ ആ ചേച്ചി പെട്ടെന്ന് തന്നെ കിച്ചണിലേക്ക് വന്നപ്പോൾ. പക്ഷെ ആ ചേച്ചി വന്ന ഉടനെ എന്നോട് പറഞ്ഞത്, രാവിലത്തെ തിരക്കാവില്ലേ, കുട്ടികളെന്നൊക്കെ പറഞ്ഞേക്കണ്ട, ഇതൊക്കെ തന്നെയാണ് എല്ലായിടത്തെയും സ്ഥിതി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി കേട്ടോ. അന്ന് മുതൽ ഞാൻ ശപഥം ചെയ്തൊരു കാര്യമാണ്, എന്ത് പണി ചെയ്യുമ്പോഴും അപ്പോൾ തന്നെ അവിടെ ക്ലീൻ ആക്കിയിടണം. കാരണം നമ്മൾ പ്രതീക്ഷിക്കാതെ ആയിരിക്കും നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലുമൊക്കെ കയറി വരിക. അപ്പോൾ ഇനി ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുതെന്ന് ഞാൻ അന്ന് തീരുമാനം എടുത്തതാണ് കേട്ടോ. അപ്പം ഞാൻ ദോശയ്ക്ക് എണ്ണ പുരട്ടണത് ഇവിടെ നല്ലെണ്ണ ഉപയോഗിച്ചിട്ടാണ് ദോശ ഉണ്ടാക്കാറ്. നല്ലെണ്ണ മാത്രമേ ഈ ദോശക്കല്ലിൽ പുരട്ടിയിട്ട് ദോശ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ദോശ കിട്ടില്ല. നല്ലെണ്ണ പുരട്ടാൻ വേണ്ടിയിട്ട് വാഴൻ്റെ തണ്ട് അല്ലെങ്കിൽ നമ്മുടെ തേങ്ങ ഉണ്ടല്ലോ, ചകിരിയുടെ മുകൾ ഭാഗത്ത്, തേങ്ങയുടെ മുകൾ ഭാഗത്ത് ഇങ്ങനെ ഉണ്ടാവുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, ഇന്നെന്താ പറയുകയെന്ന് എനിക്കറിയില്ല, ആ ഒരു സംഭവം പറിച്ച് വയ്ക്കും. അതുകൊണ്ടൊക്കെയാണ് ഞാൻ എണ്ണ പുരട്ടാറ് കേട്ടോ. ഇവിടെ എണ്ണ പുരട്ടാൻ ബ്രഷ് ഉണ്ട്, ബ്രഷ് വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു.
പക്ഷേ എനിക്കെന്തോ അത് അത്ര എളുപ്പം തോന്നണില്ല. ഞാനത് ഉപയോഗിക്കാറേ ഇല്ല. ഞാനിങ്ങനെ ഈ വാഴത്തണ്ട് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ദോശ ഉണ്ടാക്കുക. അപ്പം ഞാൻ തലേദിവസം തന്നെ ഞാൻ ലച്ചുവിനോട് ചോദിക്കും, "ലച്ചു നാളെ എന്താ ഉണ്ടാക്കണ്ടേ?" എന്നുള്ളത്. അപ്പോൾ അവൾ പറയുന്നതിനനുസരിച്ചിട്ടാണ് പിറ്റേ ദിവസം ഞാൻ എന്തൊക്കെ ഉണ്ടാക്കണം എന്നുള്ളത് തീരുമാനിക്കാറ് ട്ടോ. അപ്പോൾ ദോശ ഉണ്ടാക്കാൻ പറയുന്ന ദിവസങ്ങളിൽ ഞാൻ തലേദിവസം തന്നെ ഒരു വാഴൻ്റെ തണ്ട് പൊട്ടിച്ചിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെക്കും. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് നമുക്ക് പറമ്പിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ട്ടോ. മറ്റേ പ്രശ്നമൊന്നും എനിക്ക് അങ്ങനെണ്ട് എളുപ്പം തോന്നണില്ല. അപ്പം ഇനി വെള്ളമൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് അരി ഇടാനുള്ളത്. അപ്പം ഇനി പാത്രം എടുക്കണം. എനിക്ക് കുറച്ച് നീളം കുറവായ കാരണം ഇങ്ങനെ എത്തില്ല ട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് മേടിച്ചൊരു സ്റ്റൂളാണത്. ചെറിയൊരു സ്റ്റൂളുണ്ടല്ലോ നമ്മൾ അങ്ങനെ ഇരിക്കാനും ഇപ്പോൾ പുറത്തൊക്കെ ഇരുന്നിട്ടൊക്കെ മീനൊക്കെ നന്നാക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴും ഉപയോഗിക്കും. പിന്നെ ഇങ്ങനെ എത്താത്ത സ്ഥലത്തേക്കൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ മുകളിലായിട്ടാണ് കയറുക. അപ്പോൾ ഇനി അരി ഇടണം. കാരണം എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിൽ വർക്ക് ഏരിയ ഉണ്ട്. വർക്ക് ഏരിയയിൽ വാഷിംഗ് മെഷീനും പിന്നെ എൻ്റെ തയ്യൽ മെഷീനുമാണ് കിടക്കുന്നത്. പിന്നെ ഇവിടെ തന്നെയാണ് ഗ്യാസ് അടുപ്പ് വെക്കുന്നതും പിന്നെ വിറകടുപ്പ് വെക്കുന്നതും ഒരടുക്കളയിൽ തന്നെയാണ്. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടില്ല കേട്ടോ. പിന്നെ നമ്മുടെ വീട് കുഞ്ഞു വീടാണ്. 600 സ്ക്വയർ ഫീറ്റിൽ ഒരു കുഞ്ഞ് അടുക്കളയാണ് ഇതുള്ളത്. അപ്പോൾ അത്യാവശ്യം എല്ലാം നമ്മൾ അതിൽ ഒതുക്കണമല്ലോ. പാത്രങ്ങളാണെന്നുണ്ടെങ്കിലും അത്യാവശ്യ പാത്രങ്ങൾ തന്നെ നമ്മുടെ കിച്ചണിൽ ഉണ്ടായിരിക്കില്ലേ. പിന്നെ മറ്റുള്ള ഈ പൗഡേഴ്സൊക്കെ ഇട്ട് വെക്കുന്ന ബോട്ടിലുകൾ അങ്ങനെ എല്ലാതും നമ്മൾ ഒതുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ എന്നാലും അത്യാവശ്യം സൗകര്യങ്ങളുണ്ട്. എന്നിട്ടും എനിക്ക് അടുക്കളയിൽ സ്ഥലം ബാക്കിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ റേക്ക് ഉണ്ടാക്കിയിരിക്കുകയാണ് പാത്രങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട്. എല്ലാ പാത്രങ്ങളും അതിൻ്റെ മുകളിൽ തന്നെ വെക്കുക. അപ്പോൾ അരി ഇനി ഒന്ന് കഴുകിയിട്ട് പെട്ടെന്ന് വേവുന്ന അരിയാണ് കേട്ടോ. അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ ഇന്ന് 6 മണിക്ക് എണീറ്റിട്ടുണ്ടെങ്കിലും എൻ്റെ അരിയുടെ വേവ് അനുസരിച്ചാണ് എൻ്റെ എണീക്കൽ. ഇപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടാത്ത അരിയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ എണീക്കും കേട്ടോ. കാരണം കുക്കറിൽ അരി ഇട്ടിട്ട് ചോറുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ലച്ചുവിന് അത് ഇഷ്ടമല്ല. ലച്ചുവിനെന്നുള്ളതല്ല, ഇവിടെ ആർക്കും അങ്ങനെ ഇഷ്ടമില്ല. കാരണം ഇവരെ സ്കൂളിലേക്ക് കൊണ്ടുപോകണതല്ലേ. അത് ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേനും അതൊരു സുഖം ഉണ്ടാവില്ല കഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് വീട്ടിൽ തന്നെ കഴിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അടുപ്പത്ത് തന്നെയാണ് ഞാൻ ചോറുണ്ടാക്കാറ്. എത്ര ബുദ്ധിമുട്ടിയാണെങ്കിലും ഞാൻ അടുപ്പത്ത് തന്നെ ചോറ് വെക്കും കേട്ടോ. അപ്പോൾ അതെ നമ്മുടെ ദോശ ഉണ്ടാക്കൽ കഴിഞ്ഞു. ദോശ ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ദോശക്കല്ലിൽ കുറച്ചുകൂടെ എണ്ണ പുരട്ടിയിട്ട് വെക്കും കേട്ടോ. പിന്നീട് അത് എപ്പോഴാണോ നമ്മൾ ആ ദോശക്കല്ല് ഉപയോഗിക്കുന്നത് അപ്പം അങ്ങ് കഴുകിയെടുക്കുക ചെയ്യുക. അത് വരെ ആ എണ്ണ പുരട്ടിയിട്ട് തന്നെ വെക്കും. ഇത് വീട്ടിലും ഇങ്ങനെ തന്നെയാണ് അമ്മയൊക്കെ ചെയ്യാറ്. അങ്ങനെ കണ്ടത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അങ്ങനെ ഉണ്ടാക്കൽ കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കഴുകി വയ്ക്കില്ല. അപ്പോൾ തന്നെ കുറച്ച് എണ്ണ പുരട്ടിയിട്ട് വെക്കുക ചെയ്യാറ്. അപ്പോൾ ഇനി ആ ദോശയൊക്കെ ഉണ്ടാക്കി ആ ഭാഗം കൂടിയൊക്കെ ഒന്ന് തുടച്ചെടുക്കുക. അപ്പോൾ ഇനി അടുത്ത പരിപാടി ചെയ്യണം. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ദോശയ്ക്ക് മാവൊക്കെ കലക്കിയ പാത്രങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇനി അതൊക്കെ ഒന്നുകൊണ്ട് കഴുകി മാറ്റി വയ്ക്കാം കേട്ടോ. ഞാൻ ഇങ്ങനെയൊക്കെ ഓരോരോ പണികൾ ഇവിടെ ചെയ്യുന്നുണ്ടെങ്കിലും ഇതിനിടയിലൊക്കെ ഞാൻ ലച്ചുവിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. കാരണം അവൾക്ക് ഇങ്ങനെ ഓരോരോ ഡൗട്ടുകൾ വരുന്നത് പറഞ്ഞു കൊടുക്കണം. പിന്നെ ഇടയ്ക്ക് ഞാനിങ്ങനെ പണികൾ ചെയ്യുമ്പോൾ അവളെ ഒന്ന് നോക്കും. ചിലപ്പോൾ ആളിങ്ങനെ പഠിക്കാതെ ഇങ്ങനെ എന്തോ ആലോചിച്ചിരിപ്പുണ്ടാവും. അപ്പം ഞാനൊന്ന് അവളുടെ അടുത്തൊന്ന് പോയിട്ട് ജസ്റ്റ് ഒന്ന് സംസാരിക്കും. അല്ലെങ്കിൽ പുസ്തകത്തിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ആളങ്ങ് ക്ലിയർ ആവും. പിന്നെ അവൾക്ക് ഫസ്റ്റ് എക്സാം സംസ്കൃത എക്സാമാണ്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഞാൻ ഇടയ്ക്കൊക്കെ അവളുടെ അടുത്തേക്ക് പോകും. അപ്പം ഇന്ന് കറി വെക്കുന്നത് കോവയ്ക്കയാണ് കേട്ടോ കറി വെക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള തേങ്ങയും പിന്നെ നമ്മൾക്ക് ദോശയ്ക്കുള്ള ചമ്മന്തിക്കുള്ള തേങ്ങയും ഞാൻ ഒരുമിച്ച് അങ്ങ് ചിരകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. കോവയ്ക്ക മീൻകറി പോലത്തെ കോവയ്ക്ക കൊണ്ട് മീൻകറി ഉണ്ടാക്കുന്നത് ലച്ചുവിനും ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. പിന്നെ മീൻ വറക്കാനുള്ള മീൻ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ലച്ചു കൊണ്ടുപോവില്ല, സ്കൂളിലേക്ക് കൊണ്ടുപോവില്ല. അപ്പോൾ അത് ഇവിടെ ഉച്ചയ്ക്ക് കഴിക്കാറാവുമ്പോൾ 2-3 എടുത്ത് വറുക്കുക ചെയ്യാം. അപ്പം ഞാൻ കറിക്കുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കുകയാണ്. നല്ലോണം അങ്ങ് ബ്രൗൺ കളർ ആവണ്ട കേട്ടോ, ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ തേങ്ങയും പെരുംജീരകം ഉണ്ടല്ലോ, വലിയ ജീരകം, അതും കൂടെ ഇട്ടിട്ടാണ് കേട്ടോ വറുത്തെടുക്കുന്നത്. ഒന്ന് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് മല്ലിപ്പൊടിയും ആവശ്യത്തിന് മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ഒന്ന് ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയെടുക്കും. തേങ്ങ അങ്ങ് നല്ലോണം അങ്ങോട്ട് ബ്രൗൺ കളറായിട്ട് കറുത്ത് പോവില്ല കേട്ടോ. അതും കൂടെ ഒന്ന് ചൂടാക്കി ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം അതൊന്ന് ചൂടാറട്ടെ. ചൂടാറിയിട്ടുണ്ടെങ്കിലല്ലേ നമുക്ക് ഇനി ഒന്ന് അരച്ചെടുക്കാൻ പറ്റും. അപ്പോഴത്തേക്ക് നമ്മുടെ ചോറ് വെന്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഊറ്റിയെടുക്കണം. അപ്പം ഞാൻ ചോറ് വാർത്ത് വെക്കുകയല്ല കേട്ടോ ചെയ്യുക. അതുപോലെ ഇങ്ങനെ വാരക്കൊട്ട എന്ന് പറയും, ഇങ്ങനെ ഓട്ടോട്ടുള്ള ഈ ഒരു പാത്രം ഉണ്ടല്ലോ. അപ്പോൾ അതിലേക്ക് അങ്ങ് ഊറ്റി ഇടുക ചെയ്യുക. അപ്പോൾ വെള്ളം മൊത്തം അതിൽ നിന്ന് ഇങ്ങനെ വാർന്ന് പൊക്കോളും. എനിക്ക് വാർത്ത് വെക്കാൻ അധികം അറിയില്ല. വാർത്ത് വെക്കുമ്പോഴൊക്കെ അത് തെന്നി വീണിട്ട് പലപ്പോഴായിട്ട് എനിക്ക് പൊള്ളൽ പറ്റിയിട്ടുണ്ട്. അതുമാത്രമല്ല ഇരട്ടിപ്പണിയാണ് പിന്നീട് കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ചോറൂറ്റൽ കഴിഞ്ഞു. ആ പാത്രം കൂടെ ഒന്ന് അങ്ങോട്ട് കഴുകിയെടുക്കണം. കാരണം ചോറിൻ്റെ പാത്രം അപ്പം തന്നെ കഴുകിയെടുക്കുക നല്ലത്. കുറച്ച് കഴിഞ്ഞാൽ കഞ്ഞിവെള്ളമൊക്കെ അങ്ങ് ഒട്ടി പിടിച്ചിട്ട്
ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ കരിയുള്ള പാത്രം ഇപ്പോൾ ഈ ചെമ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൂടെ ഒന്നങ്ങോട്ട് അത് കഴുകി വെച്ചു. ഇനി നമുക്ക് കറിക്കുള്ള നേരത്തെ തേങ്ങ ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ടല്ലോ, അപ്പം ഇനി അതൊന്ന് അരച്ചെടുക്കാം. ഈ ഒരു കറി ഇവിടെ മീൻ കറി വെക്കുന്നതിനേക്കാൾ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ, കോവയ്ക്ക കൊണ്ട് മീൻ കറി വെക്കുന്നത്. അപ്പോൾ ഇതെൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് പറഞ്ഞു തന്നതാണ് ഇങ്ങനെ കറി ഉണ്ടാക്കണം. പക്ഷെ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് തേങ്ങ, പെരുംജീരകം, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി അതെല്ലാം കൂട്ടി വറുത്തിട്ട് ആ ഒരു പേസ്റ്റ് നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് തക്കാളിയും പച്ചമുളകും കേട്ടോ, തക്കാളിയും പച്ചമുളകും. കാരണം ഇതിൽ ഇനി പുളി ഒഴിക്കും. പിന്നെ കോവയ്ക്കയ്ക്ക് ചെറിയൊരു പുളി ഉണ്ടാവുമല്ലോ, കാരണം കുറച്ച് മൂത്ത കോവയ്ക്കയാണ്, അധികം ചള്ള് കോവയ്ക്കല്ല, കുറച്ച് അങ്ങോട്ട് മൂത്തിട്ടുണ്ട്. പക്ഷെ നല്ല മൂത്ത കോവയ്ക്ക ഉണ്ടല്ലോ, നല്ല ഇങ്ങനെ റെഡ് കളറായത് അത് ഉപയോഗിക്കണില്ല കേട്ടോ. തക്കാളിയും പച്ചമുളകൊക്കെ അരിഞ്ഞത് ആദ്യം അങ്ങ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് കോവയ്ക്ക അരിഞ്ഞെടുക്കണ്ട കേട്ടോ. കോവയ്ക്ക നമ്മൾ ഇതിലേക്ക് അരിയുമ്പോൾ നീളത്തിൽ അരിയണം, വട്ടത്തിലല്ല. നമ്മൾ ഉപ്പേരിക്കൊക്കെ നമ്മൾ വട്ടത്തിലാണല്ലോ അധികവും അരിയുക, നീളത്തിൽ അരിയുന്നവരുണ്ട് കേട്ടോ. അപ്പം മീൻകറി ഇതുപോലെ കറി വയ്ക്കുമ്പോൾ നീളത്തിൽ അരിയുന്നതാണ് അതിൻ്റെ ഒരു ഭംഗിയും ടേസ്റ്റൊക്കെ. മറ്റേത് നല്ലോണം കൊഴുപ്പ് കൂടും വട്ടത്തിലരിയുമ്പോൾ. അപ്പോൾ ഇങ്ങനെ നീളത്തിൽ അതുകൂടെ അരിഞ്ഞ് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ മഞ്ഞൾപ്പൊടി നമ്മുടെ കഴിഞ്ഞിരിക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ ഈ ഒരു ബോക്സ് ഉണ്ടല്ലോ, ഇങ്ങനെ 2-3 എണ്ണം ഇങ്ങനെ ഒരുമിച്ച് ഇട്ട് കൊടുക്കാൻ പറ്റുന്നത്, അപ്പോൾ അങ്ങനത്തെ 2 എണ്ണം വാങ്ങിച്ചതാട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി കറിയിലേക്കുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഇനി പുളി പിഴിഞ്ഞു കൊടുക്കാം. കൊടംപുളി ഒന്നല്ല ഉപയോഗിക്കാറ് ഇവിടെ നമ്മുടെ സാമ്പാർ പുളി ഉണ്ടല്ലോ, വാളംപുളി എന്നൊക്കെ പറയുന്നത്, ആ പുളിയാണ് ഉപയോഗിക്കാറ് കേട്ടോ. അപ്പോൾ ഇവിടെ പുളി അങ്ങനെ കിട്ടാറില്ല, കടയിൽ നിന്ന് മേടിക്കുക ചെയ്യുക. പക്ഷേ അമ്മ പുളി വാങ്ങിച്ച് വയ്ക്കും, എന്നിട്ട് കുരുവൊക്കെ കളഞ്ഞിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് എനിക്ക് കൊടന്ന് തരിക ചെയ്യാറ്. അപ്പോൾ നമ്മുടെ കറി റെഡിയാക്കി അതും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ ഒന്നുമില്ല, ഞാൻ നന്നായി അങ്ങ് തിളപ്പിച്ച് ഒന്ന് അങ്ങോട്ട് വറ്റിച്ചെടുക്കുക. നല്ല വറ്റണ്ട, ആവശ്യത്തിനൊന്ന് വറ്റിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. കാരണം നമ്മളെല്ലാം ഇപ്പോൾ അതിൽ കറിയിൽ ചേർത്തിട്ടുണ്ട്. അപ്പം ഇനി അതും കൂടെ ഒന്ന് തിളക്കട്ടെ ഇരുന്നിട്ട്. പിന്നെ ഇന്ന് ലച്ചുവിന് സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നത് ഈ കറിയും മുട്ട പൊരിച്ചതാണ് കൊണ്ടുപോകുന്നത്. അപ്പം ഇനി ബാക്കി തേങ്ങ ഉപയോഗിച്ചിട്ട് നമുക്ക് ചമ്മന്തി കൂടി ഇങ്ങനെ അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ചമ്മന്തിയിലേക്കുള്ള തേങ്ങ, പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് ചെറിയുള്ളി, പച്ചമുളക്, ഇഞ്ചി കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വേപ്പില കേട്ടോ, കുറച്ച് വേപ്പിലും കൂടി ഇട്ടിട്ട് ഒന്നങ്ങോട്ട് നല്ലോണം വെള്ളം ഒഴിക്കാതെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് അരച്ചെടുക്കുക. നല്ലോണം അങ്ങ് അരച്ച് അങ്ങനെ ഒരു പേസ്റ്റ് പോലെ ആവണത് ഇഷ്ടമല്ല ഇവിടെ. അപ്പോൾ വെള്ളം ചേർക്കാതെ ഒന്നങ്ങോട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ദോശയ്ക്കുള്ളത്. ദോശയും ചമ്മന്തിയാണ് ഉള്ളത്. ഇനിയിപ്പോൾ ലച്ചുവിന് ഉപ്പേരിയൊന്നും അവൾക്ക് കൊണ്ടുപോകണത് ഇഷ്ടമല്ല. പിന്നെ അവൾക്ക് ഇഷ്ടമുള്ള ചില ഉപ്പേരികളുണ്ട്, അപ്പോൾ അതൊക്കെ അവൾ കൊണ്ടുപോകുള്ളൂ. അപ്പോൾ ഇന്ന് പറഞ്ഞു മുട്ട പൊരിച്ചതും പിന്നെ കറിയും മാത്രം മതി പറഞ്ഞു. മുട്ട ഇങ്ങനെ ഓംപ്ലേറ്റ് ആക്കി ഇങ്ങനെ സവാളയും പച്ചമുളകും ഒന്നും ഇട്ടിട്ട് ഉണ്ടാക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ല. അവൾക്ക് ഇങ്ങനെ വെറുതെ ഉപ്പിട്ടിട്ട് പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടായി വരുമ്പം ഒന്നിങ്ങനെ പൊടിച്ചെടുക്കുക, അതിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കി പൊടിച്ചെടുക്കുക. ഓംപ്ലേറ്റ് അവൾ കഴിക്കില്ല. ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക, പിന്നെ കഴിക്കുക ബുൾസൈയാണ് കഴിക്കുക. അപ്പോൾ അത് സ്കൂളിലേക്ക് കൊടുത്തയക്കുമ്പോൾ അതൊരു അത് ആ ചൂടോട് കൂടി കഴിക്കണമല്ലോ, അപ്പോൾ അതൊരു രസം ഉണ്ടാവില്ല. അപ്പോൾ അതും കൂടെ ഉണ്ടാക്കി വെച്ചു. പിന്നെ കുറച്ച് പാത്രം കഴുകിയെടുക്കാണ്ടായിരുന്നു കേട്ടോ. നമ്മൾക്ക് ആ കോവയ്ക്കൊക്കെ കട്ട് ചെയ്തതും പിന്നെ അതുപോലെ തേങ്ങ വറുത്തതും ചമ്മന്തി അരച്ചതും അങ്ങനത്തെ ഒക്കെ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതും കൂടെ ഒന്ന് കഴുകിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച പാത്രങ്ങൾ അതൊക്കെ കൊണ്ട് കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാത്രം കഴുകൽ കഴിഞ്ഞു. പാത്രം കഴുകി ഉടനെ തന്നെ ആ ഭാഗം കൂടി ഒന്നങ്ങോട്ട് ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തെ പരിപാടി കഴിഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് ഉള്ളി കാച്ചി ഒഴിക്കാം. അപ്പോൾ അതിനുള്ള പാത്രം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഉള്ളി കാച്ചി ഒഴിച്ചാലാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഉള്ളിയും കുറച്ച് വേപ്പിലും കൂടി ഇട്ടിട്ട് ഒന്നങ്ങോട്ട് ഇളക്കിയെടുത്തിട്ട് നമ്മൾ കറിക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. നിങ്ങളിത് ഉണ്ടാക്കാറുണ്ടോ അങ്ങനത്തെ കറിയൊക്കെ? അപ്പോൾ നമ്മുടെ കിച്ചണത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി മീൻ വറുക്കാനുണ്ട്. അത് ഉച്ചയൊക്കെ ആകുമ്പോഴൊക്കെ ഞാൻ വറുക്കുള്ളൂ. ഇനി ലച്ചുവിൻ്റെ മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കണം, അവളെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അവൾ രാവിലെ പഠിക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ രാവിലെ അവൾ തല നനയ്ക്കാറില്ല കേട്ടോ, വൈകിട്ടാണ് തല നനയ്ക്കാറ്. രാവിലെ മേല് കഴുകിയിട്ടാണ് സ്കൂളിൽ പോവാറ്. അപ്പോൾ മുടി അവർക്ക് തന്നെ 2 ഭാഗം കെട്ടി കൊടുക്കണം, അല്ലെങ്കിൽ ഫൈനുണ്ട് അവർക്ക്. അപ്പോൾ രാവിലെ തല നനയ്ക്കില്ല, അപ്പോൾ അതൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. പിന്നെ അവൾക്ക് ചുമയുണ്ട് ചെറുതായിട്ട്. അപ്പോൾ പിന്നെ അതിനുള്ള മെഡിസിനും കൂടി അങ്ങ് കൊടുത്തു കഴിഞ്ഞെന്ന് വെച്ചെങ്കിൽ അവൾ ഒരിക്കലും അവളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, എൻ്റെ കിച്ചണിലെ പരിപാടി കൂടി കഴിഞ്ഞു. ഇങ്ങനെ മരുന്ന് കുടിച്ച ഉടനെ തന്നെ വെള്ളം കുടിക്കാൻ പാടുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. പക്ഷേ അവൾ ഇങ്ങനെയാണ്. ഞാൻ ലച്ചുവിനെ കൊണ്ടാക്കട്ടെ, സ്കൂൾ ബസ്സിലൊന്ന് കയറ്റി കൊടുത്തിട്ട് ഇനി വരണം. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ, 8:30 ആകുമ്പോഴത്തേന് അവളുടെ സ്കൂൾ ബസ് വന്നിട്ടുണ്ട്. ഒരു 6 മണി മുതൽ 8:30 വരെയുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.